ഹലോ ഗൈസ്, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് ലൈറ്റ് ലീക്ക് ഓവർലേസ് വെച്ചിട്ട് ഒരു ട്രാൻസിഷനാണ് നമ്മളിന്ന് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഈ ഒരു ട്രാൻസിഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള 4 ടൈപ്പ് ലൈറ്റ് ലീക്ക് ഓവർലേസ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവരെല്ലാവരും അവിടെ പോയി ഡൗൺലോഡ് ചെയ്തിട്ട് യൂസ് ചെയ്ത് നോക്കുക. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണാം. എന്തായാലും നമുക്ക് വീഡിയോയിൽ കിടക്കാം. ഈ ഒരു വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഗെറ്റ് ഇൻസിറ്റ എന്ന് പറഞ്ഞ ഈ ഒരു ആപ്ലിക്കേഷനാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് റിയൽ ഫോളോവേഴ്സും റിയൽ ലൈക്സും കൂട്ടാനായിട്ട് പറ്റും. ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ താഴെ നിങ്ങൾക്ക് 4 ഓപ്ഷൻസ് കാണാനായിട്ട് പറ്റും. ഫസ്റ്റ് ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരാളെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 100 കോയിൻസ് വെച്ചിട്ട് കിട്ടും. നിങ്ങൾ ഒരാളെ ലൈക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 20 കോയിൻസ് വെച്ചിട്ട് കിട്ടും. അങ്ങനെയാണ് ഇതിൽ കോയിൻസ് നമ്മൾ എടുക്കുന്നത്. പിന്നെ നിങ്ങൾ രണ്ടാമത്തെ ഓപ്ഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിൽ ഗെറ്റ് ഫോളോവേഴ്സ് ഉണ്ട്, ഗെറ്റ് ലൈക്സും ഉണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാണ് ഫോളോവേഴ്സിനെ ബൈ ചെയ്യുകയെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ നേരത്തെ ഇവിടെ നിന്ന് കിട്ടിയ ഒരു കോയിൻസ് വെച്ചിട്ടാണ് നമ്മളിവിടെ ഫോളോവേഴ്സിന് ലൈക്സും ബൈ ചെയ്യുന്നത്. നിങ്ങൾ ഒരുപാട് പ്ലാൻസ് ഉണ്ട്, ഇപ്പോൾ കുറച്ച് പ്ലാൻസ് ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരു പ്ലാൻ സെലക്ട് ചെയ്തിട്ട് ഗെറ്റ് ഫോളോവേഴ്സ് നൗ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്രയും ഫോളോവേഴ്സിനെ നിങ്ങൾക്ക് കിട്ടും. ഗെറ്റ് ലൈക്കാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ ഏതെങ്കിലും ഒരു പ്ലാൻ സെലക്ട് ചെയ്തതിനു ശേഷം ഗെറ്റ് ലൈക്സ് നൗ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്രയും ലൈക്സ് കിട്ടും. പിന്നെ മൂന്നാമത്തെ ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ ഫോളോവും ലൈക്കും ചെയ്യാണ്ട് കോയിൻസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കോയിൻസ് ബൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഞാൻ ഇതിലെങ്ങനെ ഫോളോവേഴ്സിനെ ബൈ ചെയ്യാന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഈ ഒരു ഭാഗത്തോട്ട് വന്നിട്ട് നിങ്ങൾക്ക് എത്രയാണോ ഫോളോവേഴ്സിന് വേണ്ടി ആ ഒരു ഓപ്ഷൻ ഇതിൽ സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഗെറ്റ് ഫോളോവേഴ്സ് നൗ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സക്സസ്ഫുൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വന്നിട്ടുണ്ടാവും. ഇനി നിങ്ങൾ നേരെ ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും, റീഫ്രഷ് ചെയ്ത് നോക്കിയാൽ കാണാനായിട്ട് പറ്റും, ഒരുപാട് ഫോളോവേഴ്സ് വന്നതായിട്ട് കാണാനായിട്ട് പറ്റും. ഇത് റീഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന നേരം അത്രയും ഫോളോവേഴ്സ് വന്നുകൊണ്ടിരിക്കും. സോ താല്പര്യമുള്ളവരാണെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവരാണെങ്കിൽ അവിടെ പോയിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്ത് നോക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളൊരു കണ്ടന്റ് ക്രിയേറ്റർ ആണെങ്കിൽ അങ്ങനത്തെ അക്കൗണ്ടിലൊന്നും ഇങ്ങനത്തെ ഫോളോവേഴ്സിനെ കയറ്റാണ്ടിരിക്കുക. അത് നിങ്ങളുടെ റീച്ചിനെ നന്നായിട്ട് ബാധിക്കും. സോ താല്പര്യമുള്ളവരാണെങ്കിൽ മാത്രം ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് യൂസ് ചെയ്ത് നോക്കുക. സോ ഈ ഒരു ട്രാൻസിഷൻ ഓവർലേസ് നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. സോ ഞാനിവിടെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്. അതിനുശേഷം ഞാൻ 2 ലെയേഴ്സ് ഇതിലോട്ട് ആഡ് ചെയ്യാണ്. ഓക്കെ, സോ ഞാനിവിടെ 2 ലെയേഴ്സ് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗത്തായിട്ടാണ് എനിക്ക് ട്രാൻസിഷൻ വരേണ്ടത്. അതുകൊണ്ട് ഞാൻ അവിടെ ഒരു മാർക്ക് ആഡ് ചെയ്യാണ്. ഇനി നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച ആ ഒരു ലൈറ്റ് ലീക്ക് ഓവർലേ ഇതിലോട്ട് ഇമ്പോർട്ട് ചെയ്യാം. സോ ഞാനിവിടെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു ലൈറ്റ് ലീക്ക് ഓവർലേ ജസ്റ്റ് ഇമ്പോർട്ട് ചെയ്യാണ്. സോ ഇതാണ് നമ്മുടെ ആ ഒരു ഓവർലേ. സോ ഈ ഒരു ഓവർലേ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, കറക്റ്റ് സെൻറ്റർ ഭാഗം എത്തുമ്പോൾ ജസ്റ്റ് ഒരു വൈറ്റ് സ്ക്രീൻ ആവുന്നത്. ഇപ്പോൾ ഈ ഭാഗത്തൊക്കെ ആയിട്ട് നമുക്ക് ബ്ലാക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് നമ്മുടെ ഓവർലേയിൽ. പക്ഷേ കറക്റ്റ് ഒരു സെൻറ്റർ എത്തുമ്പോൾ കണ്ടോ, ഇപ്പോൾ ഇവിടെ ബ്ലാക്ക് ഒന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ ഒരു ഭാഗമാണ് നമ്മൾ മാർക്ക് ചെയ്ത ആ ഒരു ഭാഗത്ത് നമ്മൾ പ്ലേസ് ചെയ്യണം. നമ്മുടെ ഈ ഒരു ഓവർലേയുടെ ഈ ഒരു സെൻറ്റർ ഭാഗം കറക്റ്റ് നമ്മുടെ ഈ ഒരു മാർക്ക് ചെയ്ത ഭാഗത്തോട്ട് എത്തിക്കണം. സോ അതിനായിട്ട് ജസ്റ്റ് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഞാൻ ഇവിടെ പോയിട്ട് കറക്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടോ, കറക്റ്റ് ഈ ഒരു ബീറ്റ് നമ്മൾ മാർക്ക് ചെയ്ത ആ ഒരു സ്ഥലത്ത് തന്നെ കറക്റ്റായിട്ട് ഈ ഒരു വൈറ്റ് സ്ക്രീൻ വന്നിട്ടുണ്ട്. സോ എല്ലാ ട്രാൻസിഷനിലും ഇതേപോലെ ഒരു സെൻട്രലായിട്ടൊരു വൈറ്റ് സ്ക്രീൻ ഉണ്ടാവും. അപ്പോൾ ആ ഒരു വൈറ്റ് സ്ക്രീനാണ് നമുക്ക് ട്രാൻസിഷൻ വരേണ്ട ഭാഗത്തായിട്ട് നമ്മൾ പ്ലേസ് ചെയ്യേണ്ടത്. ഇങ്ങനെയാണ് നമ്മൾ ഓവർലേസ് പ്ലേസ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ ജസ്റ്റ് ആ ഒരു ഓവർലേ സെലക്ട് ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് ആ ഒരു ഓവർലേ സെലക്ട് ചെയ്തതിന് ശേഷം ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റി പോയിട്ട് ലൈറ്റ് ആണിൽ സ്ക്രീൻ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മുടെ ട്രാൻസിഷൻ ഉണ്ടാവുക. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കണ്ടോ, കറക്റ്റ് ആ ഒരു ട്രാൻസിഷൻ വന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി ഒരു പ്രോബ്ലം ഇവിടെ ഫേസ് ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ ആ ഒരു ബീറ്റിലോട്ട് വന്നാൽ അല്ലെങ്കിൽ ആ ഒരു മാർക്കിലോട്ട് വന്നാൽ നമ്മുടെ ഈ ഒരു ലെയർ അവിടെ വിസിബിൾ ആവുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആ ഒരു ഓവർലൈൻ്റെ ഉള്ളിൽ കൂടെ ആ ഒരു ലെയർ നമുക്ക് വിസിബിളായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത് കളയാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഓവർലേ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഒരു ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. അതായത് 2 ലെയേഴ്സ് വെച്ച് ചെയ്യാം. അതാവുമ്പോൾ നമുക്ക് ആ ഒരു ബാക്കിലെ ലെയർ കാണാനായിട്ട് ഇപ്പോൾ പറ്റുന്നില്ല. സോ ഇങ്ങനെയാണ് നമ്മൾ ട്രാൻസിഷൻ ക്രിയേറ്റ് ചെയ്യേണ്ടത്. സോ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, കറക്റ്റ് നമുക്ക് ആ ഒരു ട്രാൻസിഷൻ കിട്ടിയിട്ടുണ്ട്. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു ഓവർലേസ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ അവിടെ പോയി ഡൗൺലോഡ് ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. വി ക്യാൻ സീ നെക്സ്റ്റ് ടൈം. ബൈ.